മട്ടാഞ്ചേരി ഉപജില്ലാ പ്രവേശനോത്സവം ഫോർട്ട് കൊച്ചി വെളി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊച്ചി എംഎൽഎ KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മട്ടാഞ്ചേരി ഉപജില്ലാ പ്രവേശനോത്സവം എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊച്ചി എംഎൽഎ KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയത്തിന്റെ വൻപിച്ച മാറ്റങ്ങളെ പറ്റി ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. കൊച്ചിയിലെ തലയെടുപ്പുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ ഈ ഗവൺമെൻറ് വിദ്യാലയം മാറിയിരിക്കുകയാണ്. ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള മാറ്റമാണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിലെ ലാബുകളുടെ കാര്യങ്ങളും സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യങ്ങളും ഏറ്റവും ആധുനിക രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ വളരെ സജ്ജമാക്കി ഒരുക്കിയിട്ടുള്ളത്. LP കുട്ടികൾക്ക് AC മുറിയിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഇതൊക്കെ വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ആ പരിശ്രമത്തിലെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലറാണെന്ന് നമുക്കറിയാം. ആ മാറ്റങ്ങളുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ സബ് ജില്ലാ ലെവലിൽ നടക്കുന്ന ഈ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എന്നെ വാക്കുകൾ ചുരുക്കുന്നു. സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. കല, സാഹിത്യം, സിനിമ എന്നിവ പുതുതായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ അഭിനന്ദിച്ചതോടൊപ്പം പഠനത്തോടൊപ്പം ജോലിയും SDCയിലൂടെ സാധ്യമാകുമെന്നും MLA പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ 27ാം ഡിവിഷൻ കൗൺസിലർ ബെനഡിക്റ്റ് ഫെർണാണ്ടസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 23 പേരെയും 5 A+ നേടിയ 16 പേരെയും SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 4 കുട്ടികളെയും ആദരിച്ചു. നമ്മളെല്ലാം നടന്നു നീങ്ങി വരുന്ന 10, 45, 50, 40 വയസ്സെല്ലാം ആകുമ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നുവോ ആ കാലഘട്ടത്തിൻ്റെ 100-101% മികവിലാണ് ഇന്നത്തെ സർക്കാർ വിദ്യാലയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഞാനിപ്പോൾ ഒരു എയ്ഡഡിനെയും അൺഎയ്ഡഡിനെയൊന്നും ഒരു കുറ്റവും പറയാൻ ഞാനില്ല. പക്ഷേ KJ മാക്സി MLA ആയി വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർവികർ പറയും, പഠിച്ചുപോയ പൂർവികർ പറയും, വെളി സ്കൂളിൻ്റെ മാറ്റങ്ങൾ, ഈ കെട്ടിടങ്ങളുടെ വലിയ മാറ്റങ്ങൾ, സ്കൂളിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മറ്റ് അന്തരീക്ഷങ്ങൾ, ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എങ്ങനെയെന്നുള്ളത് ഫണ്ട് എന്നുള്ളതൊരു ഘടകമാണ്. പക്ഷേ താൻ വളർന്നു വന്ന സാഹചര്യം, ആ സാഹചര്യം ഏറ്റവും പാവപ്പെട്ടവനെ, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു MLA നമ്മൾക്ക് കിട്ടിയതാണ്. ഈ കെട്ടിടത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ N. സുധ, പ്രിൻസിപ്പൽ സന്ധ്യയെയും ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് അച്ചാമ്മ ആന്റണിയെയും LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സൈനയെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി ലാബുകൾ, ബോട്ടണി ലാബുകൾ, നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് ഉയർത്തുക എന്നതാണ് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ വർഷം പുതിയ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കറിയാം, പഠനത്തോടൊപ്പം തന്നെ കലകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സുംബ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സുംബ ഡാൻസ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മട്ടാഞ്ചേരി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ രമ്യ ജോസഫ്, LP സ്കൂൾ PTA പ്രസിഡന്റ് ജോസഫ് VJ, പ്രിൻസിപ്പാൾ സന്ധ്യ, ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് വിപിൻ ദേവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.